ഞാൻ ഈ തിങ്കളാഴ്ച തുടങ്ങും. ഈ ഡയലോഗ് നിങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ആശ്ചര്യം എന്തെന്നാൽ ആ തിങ്കളാഴ്ച ഒരിക്കലും വരില്ല. അത് ഓരോ ആഴ്ചയും അടുത്ത തിങ്കളാഴ്ചയായി മാറും. പിന്നെ ഒടുവിൽ ഒരിക്കലും ഇല്ലാതായി മാറും. ഇതിലെ സത്യം കുറച്ച് വിചിത്രമാണ്. പ്രശ്നം നിങ്ങളിലല്ല, നിങ്ങളുടെ തലച്ചോറാണ് നിങ്ങളെ പറ്റിക്കുന്നത്. ഉദാഹരണം നോക്കൂ. നിങ്ങൾക്ക് ഗിറ്റാർ പഠിക്കണമെന്ന് തോന്നുന്നു. മുറിയുടെ കോണിൽ ഗിറ്റാർ കിടക്കുന്നു. പക്ഷെ തലച്ചോർ ഉടൻ പറയും, ഇത് കഷ്ടമാണ്, സമയം വേണം, പിന്നെ നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ഫോൺ എടുത്തൊരു റീല് കാണും. അത് 1, 2, 3 അറിയാതെ 5 മണിക്കൂർ പോയി. അവസാനമോ ഗിറ്റാർ അതേ സ്ഥാനത്ത് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ ഓടാൻ തുടങ്ങണമെന്ന് തീരുമാനിച്ചു. പക്ഷെ പുറത്തേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ തലച്ചോറ് ചോദിക്കും, ആളുകൾ നോക്കിയാലോ, ഞാൻ ക്ഷീണിച്ചാലോ, നാളെ തുടങ്ങാം. അങ്ങനെ വീണ്ടും നിങ്ങൾ കാത്തിരിക്കും. പക്ഷെ ആരും പറയാത്തൊരു സത്യമുണ്ട്. നിങ്ങൾ വൈകിപ്പിക്കുന്ന ഓരോ ദിവസവും ആ ജോലി നിങ്ങളുടെ മനസ്സിൽ വലുതാകുന്നു. ചെറിയ ഗിറ്റാർ വലിയ രാക്ഷസനാവും. ചെറിയ ഓട്ടം മൗണ്ട് എവറസ്റ്റ് പോലെ തോന്നും. തലച്ചോറ് ഒരു ഉറുമ്പിനെ ആനയാക്കും. പക്ഷെ സത്യം എന്തെന്നാൽ പ്രശ്നം ആ ജോലിയല്ല, നിങ്ങൾ അതിനെ കാണുന്ന രീതിയാണ് പ്രശ്നം. സൈക്കിൾ പഠിച്ച കാലം ഓർക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഫിസിക്സ് ചിന്തിച്ചില്ല, ബാലൻസ് ചിന്തിച്ചില്ല, വീഴുമോ എന്നും ചിന്തിച്ചില്ല. നിങ്ങൾ ചെറുതായി തുടങ്ങി. ആദ്യം സൈക്കിളിൽ വെറുതെ ഇരിക്കുക, പിന്നെ കാലുകൊണ്ട് തള്ളുക, പിന്നെ 1 പെഡൽ, പിന്നെ 2. അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്. മടിയെ തോൽപ്പിക്കാനും ഇതേ രീതിയാണ്. വലിയ ലക്ഷ്യങ്ങൾ വേണ്ട, ചെറിയ ചെറിയ ചുവടുകൾ മാത്രം. ഒരു സമയം ഞാൻ പിന്നെ ചെയ്യുമെന്നതിൽ വിദഗ്ധനായിരുന്നു. എൻ്റെ മുറി ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞ പോലെ. പാതിയിൽ നിർത്തിയ കാര്യങ്ങളെല്ലാം ചുറ്റും. സ്വപ്നങ്ങളോ പൊടി പിടിച്ചു കോണിൽ. പിന്നെ ഒരു ചെറിയ ട്രിക്ക് ഞാൻ കണ്ടെത്തി. ആദ്യ രഹസ്യം, കാര്യങ്ങളെ അത്യന്തം ചെറുതാക്കുക. പുസ്തകം എഴുതണോ? ഒരു അധ്യായം വേണ്ട, വെറും ഒരു വാചകം മാത്രം. വ്യായാമം തുടങ്ങണോ? പ്ലാൻ വേണ്ട, വെറും ഷൂ ധരിക്കുക. അതെ, ഷൂ മാത്രം. വിചിത്രമായി തോന്നും, പക്ഷെ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും, എന്തായാലും ഞാൻ റെഡിയല്ലേ, കുറച്ചുകൂടി ചെയ്യാം. ചെറിയ വിജയങ്ങൾ തലച്ചോറിന് ഇഷ്ടമാണ്. ഒരു നായ്ക്കുട്ടിക്ക് ചെറിയ ട്രീറ്റ് കൊടുക്കുന്നത് പോലെ. ഓരോ ചെറിയ വിജയവും അടുത്തത് ചെയ്യാൻ പ്രേരിപ്പിക്കും. രണ്ടാമത്തെ രഹസ്യം, ശീലങ്ങൾ കൂട്ടിച്ചേർക്കുക. എനിക്കറിയുന്ന ഒരു പെൺകുട്ടി കൂടുതൽ വായിക്കാൻ ആഗ്രഹിച്ചു. അവൾ പുസ്തകം കോഫി മെഷീൻ്റെ അടുത്ത് വെച്ചു. ദിവസവും രാവിലെ കോഫി തിളയ്ക്കുമ്പോൾ 1 പേജ് മാത്രം വായിച്ചു. 1 പേജ്. 6 മാസത്തിന് ശേഷമോ 10 പുസ്തകങ്ങൾ. സമയം കൂടുതലായതുകൊണ്ടല്ല, ബുദ്ധിപൂർവം ശീലം ചേർത്തതുകൊണ്ട് മാത്രം. മൂന്നാമത്തെ രഹസ്യം, 2 മിനിറ്റ് നിയമം. ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയം, അതാണ് സിഗ്നൽ. ടൈമർ വയ്ക്കുക. 2 മിനിറ്റ് മാത്രം. 2 മിനിറ്റ് മാത്രം ചെയ്യാമെന്ന് പറഞ്ഞാൽ തലച്ചോറ് സമ്മതിക്കും. സമ്മർദ്ദം കുറയും. പിന്നെ എന്ത് സംഭവിക്കും? 2 മിനിറ്റ് കഴിഞ്ഞിട്ടും നിങ്ങൾ നിർത്തില്ല. കാരണം നിങ്ങൾ ഇതിനകം തുടങ്ങി. ഇത് ഊഞ്ഞാൽ തള്ളുന്നത് പോലെയാണ്. ആദ്യ തള്ളു കഷ്ടം, പിന്നെ അത് തനിയെ പോകും. 1 പേജിൽ തുടങ്ങിയ ആ പെൺകുട്ടി ഓർമ്മയുണ്ടോ? ഇപ്പോൾ അവൾ ദിവസവും വായിക്കുന്നു, കഥകൾ എഴുതുന്നു, ഒരു ബുക്ക് ക്ലബ്ബ് പോലും തുടങ്ങി. അവൾ ചെയ്തത് ഒരു ചെറിയ തുടക്കം മാത്രം. എന്നെ നോക്കൂ. അലങ്കോലമായ മുറിയിൽ നിന്ന്, പാതിയിൽ നിർത്തിയ സ്വപ്നങ്ങളിൽ നിന്ന് ഇപ്പോൾ ഞാൻ കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന ആളായി മാറി. മുറി വൃത്തിയുണ്ട്, വ്യായാമം ചെയ്യുന്നു, വായിക്കാൻ ആഗ്രഹിച്ച പുസ്തകങ്ങൾ വായിച്ചു തീർത്തു. പക്ഷെ പ്രധാന കാര്യം ഇതല്ല. നിങ്ങൾ തുടങ്ങാത്ത ഓരോ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൊടി പിടിക്കും. നിങ്ങൾ കാത്തിരിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ പഴയ ആളായി തന്നെ തുടരും. നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്നൊരു ചെറിയ ചുവട് വയ്ക്കൂ എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മാറ്റുന്നതിന് മുൻപ് ഒരു കാര്യം തിരഞ്ഞെടുക്കൂ. 1 മാത്രം. അത് വളരെ ചെറുതാക്കുക. ഇപ്പോൾ തന്നെ ചെയ്യുക. സ്വപ്നങ്ങൾ വലുതല്ല, നമ്മുടെ ആദ്യ ചുവടാണ് ചെറുത്. ആ ചെറിയ ചുവടെടുത്താൽ മറ്റെല്ലാം സ്വയം വരും. പൂർണ്ണത വേണ്ട, ആരംഭം മാത്രം മതിയാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തുകയുള്ളൂ. മടി മാറ്റിവെച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ ചേരാനായി സബ്സ്ക്രൈബ് ചെയ്യുക.